വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒപ്പം നിങ്ങൾക്ക് കൂടെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം പുതിയ വർഷമൊക്കെ വരികയാണ്. അപ്പോൾ പുതിയ വർഷം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു പ്രതീക്ഷയുടെ വർഷങ്ങളായിരിക്കും ഓരോ പുതുവർഷം എന്ന് പറയുന്നത്. അല്ലെ, ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടായിരിക്കും നമ്മൾ ഓരോ പുതുവർഷത്തിലേക്കും കടന്നു ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു PSC സ്റ്റുഡൻറ്റ് എന്നുള്ളത് സംബന്ധിച്ച് എന്താണ് നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു വരുന്ന വർഷം നമ്മളുടേതാണ്, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാമുകൾ നമുക്കുള്ളതാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കണം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു 2022 എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ 2022 വരുന്ന എക്സാമുകളെല്ലാം തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റും, നമ്മളത് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ പലരും എന്താ പറയുക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ്. പുതുവർഷം വരുമ്പോൾ പലരും പല പ്രതിജ്ഞകളൊക്കെ എടുക്കും, അല്ലേ, ഈ ഒരു വർഷം ഞാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കൂടുതലും അതൊന്നും നടക്കാറില്ല എന്നുള്ളതാണ്, ആ ഒരു ആവേശം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു പ്രതിജ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മൾ നിശ്ചയത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു 2022 വരുന്ന എക്സാമുകളെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞു പോയ എക്സാമുകളെ കുറിച്ച് ഓർക്കാതെ അത് മറന്നിട്ട് ഇനി വരുന്ന എക്സാമുകൾ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഈ ഒരു പുതുവർഷത്തിൽ. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ ഒരു 2022 എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് അവസരങ്ങൾ വരുന്ന വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് നിമിഷത്തേക്കൊന്നും വയ്ക്കാതെ പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ VFA ഒക്കെ കഴിഞ്ഞു, പിന്നെ ബെവ്കോ LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, അതൊക്കെ ഒരുപാട് വേക്കൻസികൾ വരുന്ന പോസ്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം തന്നെ. പിന്നെ ഒരുപാട് വേറെയും കുറേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോയ്സിനായാലും ഗേൾസിനായാലും ഒക്കെ യൂണിഫോം പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫിസിക്കലൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ എല്ലാം തന്നെ നിങ്ങൾ ചെയ്യാട്ടോ. അല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന അപ്ലൈ ചെയ്യാൻ കഴിയുന്ന എല്ലാ പോസ്റ്റുകൾക്കും തന്നെ അപ്ലൈ ചെയ്യുക. എവിടെയാണോ നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ, എവിടെയാണോ നമ്മളുടെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും തന്നെ വിട്ട് കളയാതെ എല്ലാ എക്സാമുകൾക്കും വേണ്ടി തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിലിംസിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, വരാൻ പോകുന്ന മെയിൻസിനെ തന്നെ ഉന്നം വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിംസും സിമ്പിളായിട്ട് കിടക്കാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, അതുപോലെ മെയിൻസും. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 10th ലെവലൊക്കെ കിടക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ മുകളിലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് താഴെയുള്ളത് കിട്ടും, അത് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് കൂടുതൽ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് LGS എക്സാം ഉണ്ടെങ്കിൽ LGS നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം നിങ്ങൾ LDCക്ക് വേണ്ടിയിട്ട് അത്രയും കൂടുതൽ കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് LGSൽ എന്തായാലും കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ LDC ലെവലുള്ള എക്സാമുകൾ നോക്കുന്നവർ, ഇപ്പോൾ ഡിഗ്രി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഡിഗ്രി എഴുതിയവരാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി മെയിൻസിന് വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് LDC ലെവലുള്ള ആ ഒരു എക്സാമുകളെല്ലാം തന്നെ സിമ്പിളായിട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് നിങ്ങൾ പ്രതീക്ഷയോടെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടെ തന്നെ ആയിരിക്കണം ഇനി ഈ ഒരു 2022 നിങ്ങൾ ചുവട് വയ്ക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞു പോയ എക്സാമുകൾ ഇനിയും അത് ഓർത്ത് ഡിപ്രഷൻ അടിച്ചിരിക്കരുത്. അത് നിങ്ങളുടെ പഠനത്തെ തന്നെയാണ് ബാധിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പുതുവർഷം എല്ലാവർക്കും പുതിയ എന്താ പറയുക അവസരങ്ങളുടേതാവട്ടെ, അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് ആവട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. താങ്ക്